നമസ്കാരം, എല്ലാവർക്കും ജിംനി എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് കലശമല എക്കോ ടൂറിസം പോയിൻ്റാണ്. കുന്നംകുളത്തിനടുത്ത് കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ ചൊവ്വന്നൂരിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ഈ കലശമല എക്കോ ടൂറിസം പോയിൻ്റ്. ഇതിന് മറ്റു പല പേരിലും ഇവിടെ അറിയപ്പെടുന്നുണ്ട്. നരിമട എന്നും പറയപ്പെടുന്നുണ്ട്. അത് കാരണം ഇതിനകത്തുള്ളൊരു പാറ ഏതാണ്ട് ഒരു നരിമട പോലെയാണ്. ഇവിടെ കാണുന്ന പോലെ വളരെ പരന്നു കിടക്കുന്നൊരു പാറക്കൂട്ടമാണിത്. കുന്നംകുളത്താണെങ്കിലും ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വടക്കാഞ്ചേരി താലൂക്കിൻ്റെ ഒട്ടുമിക്കവാറും സ്ഥലങ്ങൾ ഇവിടെ നിന്ന് കാണാം. ഇത് ഒരു കുന്നിൻപുറമാണ്. വളരെയധികം സിനിമകളുടെ ഷൂട്ടിംഗ് നടന്നിട്ടുള്ളതാണ്. ദിലീപിൻ്റെ കുടമാറ്റം എന്ന സിനിമയിൽ, ദിലീപും മഞ്ജു വാര്യരും അഭിനയിക്കുന്ന കുടമാറ്റം എന്ന സിനിമയിൽ അണിവൈര കല്ലുമാല എന്നുള്ള പാട്ട് ഈ നരിമടയുടെ മുകളിൽ നിന്നിട്ടാണ് പാടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആ സോങ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. ഇതിൻ്റെ മുകളിലാണ് ഇതെല്ലാം സെറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മമ്മൂട്ടി, കലാഭവൻ മണി തുടങ്ങി മറ്റ് പല പ്രമുഖ നടന്മാരുടെയും പല സിനിമകളും ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണിത്. വളരെ ഭംഗിയേറിയൊരു സ്ഥലമാണിത്. വളരെ പരന്നു കിടക്കുന്നതാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഉച്ച സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വൃക്ഷങ്ങളൊന്നും അധികമില്ലാത്തൊരു ഏരിയ ആയതുകൊണ്ട് വളരെ വെയിൽ അനുഭവപ്പെടും. വൈകുന്നേരങ്ങളിലൊക്കെയാണ് ഇവിടെ തിരക്ക് അനുഭവപ്പെടുന്നത്. ഇതുപോലെ വ്യൂ പോയിൻറ്റ്സ് എല്ലാം ഇവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വടക്കാഞ്ചേരിയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും വളരെ ക്ലിയറായിട്ട് കാണാൻ കഴിയും. നല്ലൊരു കാഴ്ചയാണ്. കുന്നിൻപുറം ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റുള്ള സ്ഥലം കൂടിയാണ്. വേനൽക്കാലത്തെല്ലാം നമുക്കിവിടെ കുട ചൂടാതെ നടക്കാൻ കഴിയില്ല. പകൽ അത്ര ചൂടുള്ള സ്ഥലം കൂടിയാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വ്യൂ പോയിൻറ്റ്സ് എല്ലാം കെട്ടി ഇരിക്കാനൊക്കെ വളരെ ഭംഗിയായി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്പദൂരം നടക്കാനുണ്ട് ഓരോ സ്ഥലങ്ങളിലേക്കും. നമുക്കെന്തായാലും ഈ കാഴ്ചകളൊക്കെ അല്പം നടന്ന് കാണാം. മറ്റൊരു വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. വെയിലുകൊണ്ട് ക്ഷീണിച്ചപ്പോൾ കുട്ടികളൊക്കെ അല്പനേരം ഇവിടെ റെസ്റ്റ് എടുത്തു. നമുക്കിനി ആ നരിമട എന്നുള്ള സ്ഥലത്തേക്കൊന്ന് നടക്കാം.
അല്പദൂരം നടക്കാനുണ്ട് അവിടേക്ക് ഈ വ്യൂ പോയിന്റിൽ നിന്ന്. ഇടയ്ക്ക് കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഇങ്ങനെ മരത്തിൽ ഊഞ്ഞാലൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. ഇതാണ് നരിമട എന്ന് പറയുന്നത്. ഈ വൃക്ഷത്തിൻ്റെ അടുത്തൊരു ഗുഹ പോലെ കാണാം. നരിമടയുടെ ഒരു എക്സിറ്റ് പോയിൻ്റാണിത്. ഇതിൻ്റെ മറുവശത്താണ് ആ ഗുഹ തുടങ്ങുന്നത്. അവിടെ നിന്ന് കടന്നാൽ ഇതുവഴി പുറത്തേക്ക് വരാം. പക്ഷേ ഇപ്പോൾ അതിനിടയിലൊക്കെ മണ്ണ് അടഞ്ഞ് ഈ ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്ന ഭാഗത്തൊക്കെ അല്പം ബുദ്ധിമുട്ടാണ് കടക്കാനായിട്ട്. നമുക്ക് ഇതിൻ്റെ ഓപ്പണിംഗ് ഭാഗത്തൊന്ന് പോയി നോക്കാം. ഇതാണ് കാണുന്നത്. ഞാനിത് തുടക്കത്തിൽ പറഞ്ഞ സിനിമയുടെ ഗാനം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ഇതിൻ്റെ മുകളിലാണ് ഇങ്ങനെ ആൾക്കാരൊക്കെ നിന്ന്, ദിലീപും മഞ്ജു വാര്യരൊക്കെ ഇവിടെ താഴെ നിന്ന് ഡാൻസ് ചെയ്യുന്നുള്ള സീനൊക്കെയാണ്. അതുപോലെ മമ്മൂട്ടിയുടെ ഒരു സിനിമയിലെ ഒരു ഡെഡ് ബോഡി കിടക്കുന്ന ഈ ഗുഹയുടെ ഉള്ളിലായിട്ടാണ് കാണിക്കുന്നത്. മറ്റു പല സിനിമകളിലും ഈ ഭാഗമെല്ലാം ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ താഴെ ഈ കൃഷിഭൂമി പോലെ കാണുന്ന സ്ഥലം ഈ നിരപ്പായ പുൽഭാഗമാണ് മഞ്ജു വാര്യരുടെ ഒരു സിനിമയിലെ ഒരു കൃഷിത്തോട്ടമൊക്കെ ആയിട്ട് കാണിക്കുന്നത്. ഇതിനകത്തുനിന്ന് 3 സ്ഥലത്തേക്കും ഗുഹകളുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ മണ്ണ് വീണ് അടഞ്ഞിരിക്കുകയാണ്. ആ നേരെ കാണുന്ന ഒരു ഗുഹയാണ് നമ്മൾ ആ വൃക്ഷത്തിൻ്റെ ചുവടിലായിട്ട് ഒരു ഓപ്പണിങ്സ് കണ്ടത്. ഇതെല്ലാം മണ്ണ് വീണ് അടഞ്ഞിരിക്കുകയാണ് ഈ സൈഡെല്ലാം. ഏതാണ്ട് ഒരു 6 അടിയോളം ഹൈറ്റുണ്ട് ഗുഹയ്ക്ക്. പണ്ടൊക്കെ ഇതിനകത്ത് നരിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഈ നരിമട എന്ന് പേര് വീണത്. ഇവിടെ നിന്നാൽ നമുക്ക് വടക്കാഞ്ചേരിയുടെ ഭൂരിഭാഗം സ്ഥലങ്ങളും വളരെ മനോഹരമായി കാണാം. അധികം ആൾക്കാർക്ക് അറിയാത്തൊരു സ്ഥലമാണിത്. കുന്നംകുളത്തിന് വളരെ അടുത്താണ്. നിങ്ങൾക്ക് ഈ സ്ഥലവും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇപ്പം കൂടി ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക്
വീണ്ടും കാണാം.